എന്ത് തിരുമേനി? പൂജ കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോ പ്രസാദം വാങ്ങാതെ പോയല്ലോ എന്ന് വിചാരിച്ചു. ദാ പ്രസാദം. ഇവിടെ വന്നല്ലോ, വേണ്ട വിധം പ്രാർത്ഥിച്ചല്ലോ. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നാഗദൈവങ്ങൾ നോക്കിക്കോളും. മനസ്സ് ശാന്തമായതിനു ശേഷം എല്ലാവരെയും കൂട്ടി ഒരിക്കൽ കൂടി ഇവിടെ വരണം കേട്ടോ. ശരി, ആയിക്കോട്ടെ. പ്രസാദം വാങ്ങാതെ തിരിച്ചു പോയത് വളരെ പ്രധാനപ്പെട്ട കാര്യ. ഒന്നിങ്ങോട്ട് തിരിച്ചു വരുമോ? നവീൻ നിന്നോട് യാത്ര പറയാതെ പോകുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേടി? വെച്ചിട്ട് പോടി ഫോൺ. ആരാ കഥ? ആരോട് എങ്ങനെ സംസാരിക്കുന്നത്? എന്റെ ഒരു ഫ്രണ്ടാ നവീൻ. കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കും. സുഖമില്ലാന്ന് പറഞ്ഞാലും കേക്കില്ല. ഞാൻ കട്ട് ചെയ്തു. ഈശ്വര, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈ നാഗബന്ധനം അവള് നിർബന്ധമായിട്ടും കെട്ടേണ്ടതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് നാഗബന്ധനം വാങ്ങിക്കാതെ അവള് പോയത്. പിന്നെ ഒരു സമാധാനമുള്ളത്, കളരിക്കലെ നാഗത്തറയിൽ പൂജ കഴിച്ച ഒരു നാഗബന്ധനം അവളുടെ കയ്യിലുണ്ട്. അത് അവിടെ തന്നെ ഉണ്ടാവും. നിനക്കിപ്പോഴും അവളെ രക്ഷിക്കുന്നതിനെ കുറിച്ചാ ചിന്ത അല്ലേ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനമ്മേ? അവരെ കണ്ട് കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് അതോട്ട് നടന്നുമില്ല. അമ്മ ഈ തീരുമാനങ്ങളൊക്കെ എടുത്തതും അത് നടപ്പിലാക്കാൻ നോക്കിയതും ഈ നടയ്ക്ക് മുന്നിൽ വെച്ചിട്ട് തന്നെയല്ലേ? അതിനൊരു തടസ്സം വന്നാ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് തെറ്റാണെന്നല്ലേ? അറിയിക്കാത്ത ഒന്നും നമുക്ക് ആഗ്രഹിക്കേണ്ട അമ്മേ. അവര് സുഖമായിട്ട് ജീവിക്കട്ടെ, അതായിരിക്കും ദൈവത്തിന്റെ തീരുമാനം. പോട്ടെ മോളെ, ഒരു നിമിഷം എന്റെ മനസ്സൊന്ന് പതറിപ്പോയി. മോളെ ക്ഷമിക്ക്. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അമ്മ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നീയല്ലേ ഈ ലോകത്തിലെ ഏറ്റവും വലുത്. നമുക്ക് നമ്മൾ മതിയമ്മേ. വേറെ ആഗ്രഹങ്ങളും വേണ്ട, ഒന്നും സ്വന്തമാക്കുകയും വേണ്ട. അമ്മേ, ഈ ബഹളത്തിന്റെ ഇടയില് ഇവിടെ നിന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല. നമുക്ക് സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവാം. അവിടെ ഇപ്പൊ ആരുമില്ലല്ലോ മോളെ. മാത്രമല്ല അവിടെ ചെന്നാലല്ലേ കൂടുതൽ പേടിക്കേണ്ടത്. നമ്മള് വേറെ എന്ത് ചെയ്യാനാ അമ്മേ?